എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഒരുപക്ഷേ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന മറവി രോഗങ്ങളിലൊന്നാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഡിമെൻഷ്യ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുമ്പോൾ കളിയാക്കിയെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കും, ഡിമെൻഷ്യ ബാധിച്ചോ എന്നൊക്കെ. ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമൊന്നുമല്ല. ഒത്തിരി കാലങ്ങൾ, ഒത്തിരി സമയം എടുത്ത് ഉണ്ടാകുന്ന, വളരെ ഗ്രാജുവലായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇനി ഡിമെൻഷ്യ എന്ന് പറയുന്നത് വെറും ഓർമ്മക്കുറവ് മാത്രമല്ല. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മക്കുറവാണ്. മറ്റൊന്ന്, ചിന്താശക്തിയെ ഇത് സ്വാധീനിക്കാം. ചിന്താശക്തി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. സാമൂഹിക ജീവിതം ഈ പ്രശ്നമുള്ളവർക്ക് ദുഷ്കരമായിട്ട് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള പല തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ചേർന്നിട്ടാണ് അതിനെ ഡിമെൻഷ്യ എന്ന് നമ്മൾ പറയാറുള്ളത്. ഒരു പക്ഷേ ഡിമെൻഷ്യ സാധാരണഗതിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, മാറ്റാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന റിസ്ക്കുകളെ, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന റിസ്ക്കുകളെ നമുക്ക് പരിമിതപ്പെടുത്താനോ കുറച്ച് കൊണ്ടുവരാനോ സാധിക്കുന്നതാണ്. പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങൾ, ഡിമെൻഷ്യ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണെന്നും, ഡിമെൻഷ്യയുടെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ജീവിത ശൈലിയിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ എന്താണെന്നും, അവയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട വൈറ്റാമിനുകൾ എന്താണെന്നും നമുക്കിന്നൊന്ന് കാണാം. പേരുകളും സ്ഥലങ്ങളുമൊക്കെ മറന്നു പോവുക വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഇത് ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ തന്നെ സ്ഥിരമായി മറന്നുകൊണ്ടിരിക്കുക നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ഭാഗത്തിനെ ബാധിച്ച ഒരു പ്രശ്നമാകാം. അതായത് ഈ മറവി രോഗത്തിൻ്റെ ആദ്യ പടിയായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പലപ്പോഴും ഇത്തരത്തിലുള്ള പേരുകളും സ്ഥലങ്ങളും ഒക്കെ മറക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ തവണ ഇതൊക്കെ മറക്കുമ്പോൾ എനിക്ക് ഡിമെൻഷ്യ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് ചിലപ്പോഴെങ്കിലും പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ഇനി രണ്ടാമതായിട്ടുള്ളത് കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും പ്രശ്നങ്ങളെ പരിഹരിക്കാനുമുള്ള ഒരു കഴിവ് കുറയുക എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ തലച്ചോറിൻ്റെ ഫ്രണ്ടൽ ലോബിനെയാണ് ഈ പ്രശ്നത്തിന് ബാധിക്കുക. ഈ പ്രശ്നമുള്ളവർക്ക് ആദ്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ. പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതും കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് പറയുന്നതും ഡിമെൻഷ്യ എന്ന് പറയുന്ന പ്രശ്നത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് പരിഗണിക്കാം. മറവി മാത്രമല്ല ഡിമെൻഷ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അർത്ഥം. മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫെമിലിയർ ആയിട്ടുള്ള റൂട്ടുകൾ മറന്നു പോവുക. നമ്മൾ സാധാരണ പോകുന്ന ഒരു കട, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോകുന്ന ചില സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിലേക്കുള്ള വഴി പകുതി എത്തുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. ഈ വഴി തന്നെയാണോ പോകേണ്ടത്, മറ്റൊരു വഴിക്കല്ലേ പോകേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ അത് ഡിമെൻഷ്യയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണമായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഉടൻ തന്നെ ഇതൊരു ഒരു എമർജൻസിയായി കണ്ട് ഒരു ഡോക്ടറെ കണ്ട് ഇതിനെ എന്താണ് വിഷയമെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നാലാമതായിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഡിസോറിയൻറ്റേഷനാണ്. എവിടെയാ, എന്താ, സമയം എത്രയായി, ഏതാ സീസൺ, ഇന്ന് ഡേറ്റ് എത്ര, പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടെങ്കിലും ഇത് സ്ഥിരമായി തോന്നുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ഡിമെൻഷ്യയുടെ ആദ്യകാലത്തിൽ തോന്നുന്ന ഒരു ക്ലാസിക്കൽ ലക്ഷണമായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. അപ്പോൾ ഡിസോറിയൻറ്റേഷൻ എന്ന് പറയുന്നതും ഡിമെൻഷ്യയുടെ ഒരു ലക്ഷണം തന്നെയാണ്. പിന്നെ ചില സമയത്ത് ഈ കാൽക്കുലേഷൻ എറർ ഉണ്ടാവും. കാൽക്കുലേഷൻ എറർ എന്ന് പറഞ്ഞാൽ 1+2 = 3. അതല്ല, ആ കാൽക്കുലേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്. നമ്മുടെ കാഴ്ചകൾ വെച്ച് നമുക്ക് ചില കാൽക്കുലേഷൻ ഉണ്ടാകാം. ഉദാഹരണത്തിന്, ഞാനൊരു വസ്തു കണ്ടു കഴിഞ്ഞാൽ 5 സ്റ്റെപ്പ് വെച്ചാൽ ഞാൻ അവിടെ എത്തും. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉയരം ഇത്രയാണ്, അതിന് ആനുപാതികമായിട്ട് എൻ്റെ കാല് ഞാൻ ഉയർത്തി വെക്കണം. അത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് മിസ്സാവുക. ഇതിൻ്റെ പരിണിതഫലമായിട്ട് പലപ്പോഴും ഉരുണ്ട് വീണുകൊണ്ടേയിരിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷൻ എറർ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതും ഈ പറയുന്ന ഡിമെൻഷ്യയുടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് പരിഗണിക്കാം. അടുത്തതായിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ തുടർച്ച നഷ്ടപ്പെടുക.
ആ ഞാനെന്താ പറഞ്ഞത് എന്ന് എനിക്ക് മറന്നു പോവുക. പലപ്പോഴൊക്കെ നമ്മൾ ഒരു കാര്യം സംസാരിക്കുന്നതിനിടയിൽ ഒരു ഫോൺ വന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എവിടെയാണ് നിർത്തിയത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ തെറ്റായ പേരുകൾ പറയുക. ഉദാഹരണത്തിന് ഈ ചില പേരുകൾ നമുക്ക് കിട്ടാതിരിക്കുക, ചില വസ്തുവിൻ്റെ പേരുകൾ കിട്ടാതിരിക്കുക. ആ വീട്ടിലെ ഒരു റൗണ്ട് ക്ലോക്കാണെങ്കിൽ ക്ലോക്ക് എന്ന് പറയുന്ന പേര് കിട്ടാത്തതിന് പകരമായിട്ട് നമ്മൾ ആ വട്ടത്തിലുള്ള സാധനം, സമയം നോക്കുന്ന സാധനം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിമെൻഷ്യയുടെ ആദ്യകാലത്തെ ലക്ഷണമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മിസ്പ്ലേസ് ചെയ്ത് വെക്കുക, തെറ്റായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. ഉദാഹരണത്തിന് നമ്മൾ വീടിൻ്റെ ചാവി അല്ലെങ്കിൽ വണ്ടിയുടെ കീ ഒക്കെ നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ നമ്മൾ സാധാരണ വെക്കുന്ന ഡെസ്കിൽ നിന്ന് മാറ്റി ഒരു പക്ഷേ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചേക്കാം. അതൊക്കെ ഒരു ഡിമെൻഷ്യ ആയിട്ടൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ ആലോചിക്കൂ, നമ്മൾ ടി വിയുടെ റിമോട്ട് എടുത്തുകൊണ്ടുപോയി ഫ്രിഡ്ജിനകത്ത് വെക്കുക. അതൊക്കെ ഒരു മിസ്പ്ലേസ്മെൻ്റ് ആണ്. അത്തരത്തിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഓർമ്മക്കുറവ് മാത്രമല്ല, ചിന്താശക്തിയും കാൽക്കുലേഷനും മാത്രമല്ല, സാമൂഹിക ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളും ഈ ഡിമെൻഷ്യയായിട്ട് നമ്മൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് ഈ ഡിമെൻഷ്യയുള്ള ഒരാൾ ചിലപ്പോൾ തെറ്റായിട്ടുള്ള വസ്ത്രധാരണ രീതിയിലേക്ക് പോകാം. ഉദാഹരണം, ഒരു ജുബ്ബ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ടൈ കെട്ടുക, അല്ലെങ്കിൽ മുണ്ടുടുത്തിട്ട് അതിൻ്റെ മുകളിൽ കോട്ടിടുക ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കാരണം ഇവർക്ക് ഇതിൻ്റെ മാച്ചിങ് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. മറ്റൊന്ന്, വ്യക്തി ശുചിത്വത്തിൽ ഉള്ള അവഗണനയാണ്. കൈ നഖമൊക്കെ വളർന്നു പോവുക, അല്ലെങ്കിൽ അവിടെ ഇവിടെ കഴുക്കുണ്ടാവുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ വാഷ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തി ശുചിത്വത്തിൽ വരുന്ന പ്രശ്നങ്ങളും ഒരു പക്ഷേ ആ വ്യക്തിക്ക് ശുചിത്വബോധമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഡിമെൻഷ്യയുടെ തുടക്കമായതുകൊണ്ടും ഇത് സംഭവിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് പറയുക, സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 എഫേർട്ട് അവരെടുക്കും. മൊത്തമായിട്ടൊരു കൺഫ്യൂഷനായിരിക്കും, ആരോട് എങ്ങനെ സംസാരിക്കണം, മൊത്തം ഒരു പരിഭ്രാന്തി ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സുഹൃത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ അത് ഡിമെൻഷ്യയുടെ തുടക്കമാകാം. ഇനി മറ്റ് ചിലർക്കാവട്ടെ, അവർ വെറുതെ വളരെയധികം വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തി പെട്ടെന്ന് തന്നെ എല്ലാ കാര്യത്തിലും സംശയത്തോടെ നോക്കുന്ന ഒരാളാവുക, എല്ലാത്തിനോടും ആങ്സൈറ്റി ഉണ്ടാവുക. കാരണം അവർക്ക് അവരുടെ കഴിവിൻ്റെ മുകളിലുള്ള അവരുടെ കപ്പാസിറ്റി കുറഞ്ഞതായിട്ടൊരു ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങളും പെട്ടെന്നുണ്ടാകുന്ന ആങ്സൈറ്റിയും ഒക്കെ അവർ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളിൽ പല ലക്ഷണങ്ങളും ഒന്നു ചേർന്ന് ചിലവർ കാണിച്ചു എന്ന് വരാം. അങ്ങനെ റിപ്പീറ്റഡ്ലി സ്ഥിരമായി അവരങ്ങനെ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയും ഡിമെൻഷ്യയുടെ പ്രശ്നമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടി വരും. ഇനി ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിമെൻഷ്യ വന്നു കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ടും പെട്ടെന്ന് തന്നെ അത് സുഖപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. പക്ഷേ അതിൻ്റെ റിസ്ക് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. എന്തൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്? നമ്പർ 1, വ്യായാമം, ശരിയായ രീതിയിലുള്ള എക്സസൈസുകൾ. അപ്പോൾ ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന് പറയുന്ന BDNF എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. അത് ആ ഫാക്ടേഴ്സാണ് നമ്മുടെ ന്യൂറോണിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ചെറിയ ഭാഗങ്ങളെയൊക്കെ ഏറ്റവും അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ന്യൂറോൺസ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് BDNF ആണ്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ശരീരത്തിനകത്തുള്ള ഈ ന്യൂറോട്രോഫിക് ഫാക്ടർ വർദ്ധിച്ചു വരികയും അത് നമ്മുടെ നാഡീവ്യവസ്ഥയെ പൊതുവായിട്ട് സഹായിക്കാൻ ഉതകുകയും ചെയ്യും. അതുകൊണ്ട് ശരിയായ കൃത്യമായ രീതിയിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഡിമെൻഷ്യ വരാനുള്ള സാധ്യത കുറക്കും. രണ്ടാമത്, ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം. ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് വേണ്ടത്? ഏറ്റവും നല്ലത് മെഡിറ്ററേനിയൻ ഡയറ്റിലേക്ക് നിങ്ങൾ പോവുക. എന്താണ് മെഡിറ്ററേനിയൻ ഡയറ്റ്? മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെയും കഴിക്കുക, എക്സെപ്റ്റ് ഗ്രെയിൻസ്, പഞ്ചസാരയും അല്ലെങ്കിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും ഒട്ടനവധിയുള്ള അരിയും ഗോതമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് അല്ലെങ്കിൽ വളരെ ഷുഗറി ആയിട്ടോ കാർബോഹൈഡ്രേറ്റ് അന്നജം വർദ്ധിച്ചതായിട്ടുള്ള സാധനങ്ങൾ കുറച്ച്, ബാക്കിയുള്ള പഴവർഗ്ഗങ്ങളായാലും പച്ചക്കറികളായാലും വിത്തുകളായാലും നട്ട്സായാലും
ഇതൊക്കെ ധാരാളമായിട്ട് കഴിച്ചുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ഡയറ്റ് അടക്കമുള്ള ഭക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് കഴിച്ചുകൊണ്ട് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പഞ്ചസാര അടങ്ങിയ സാധനങ്ങൾ കുറച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത്. അനവധി പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് ഡിമെൻഷ്യ പേഷ്യൻസിന് ഇത്തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണം കൊണ്ട് ലഭിക്കുന്നതാണ്. മറ്റൊന്ന് ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ്. ഉറക്കത്തിനുള്ള ക്വാളിറ്റി. അത് 6 മണിക്കൂർ ഉറങ്ങുക എന്നത് മാത്രമല്ല പ്രസക്തമായ കാര്യം, എത്ര ഡീപ്പായിട്ട് നിങ്ങൾ കംഫർട്ടായിട്ട് ഉറങ്ങുന്നു എന്നുള്ളതും ഉറക്കത്തിൻ്റെ ഡ്യൂറേഷൻ മാത്രമല്ല ഏത് സമയത്ത് ഉറങ്ങുന്നു എന്നതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ബീറ്റ അമിലോയിഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ഒരു ടോക്സിൻ ബ്രെയിനിനകത്ത് ഉണ്ടാകുന്നത് മാറ്റാൻ വേണ്ടി ഡീപ്പ് സ്ലീപ്പിന് സാധിക്കും. ഈ ബീറ്റ അമിലോയിഡ് മാറാതിരിക്കുന്ന സമയത്താണ് അൾഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഉറക്കം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് പുതിയ സ്കില്ല് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ബ്രെയിനിന് ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അലസമായ മനസ്സ് ഉണ്ടാകാതിരിക്കുക. ഉദാഹരണത്തിന് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ പലപ്പോഴും തമാശയ്ക്കെങ്കിലും ചിലരൊക്കെ സുഡോക്ക് കളിക്കാറുണ്ട്, ചിലവർ ക്രോസ് വേർഡ്സ് കളിക്കാറുണ്ട്, ചിലവർ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് അത് പഠിക്കാൻ വേണ്ടി തയ്യാറാകാറുണ്ട്, പുതിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ സ്കില്ലുകൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതും ഡിമെൻഷ്യ പോലെയുള്ള പ്രശ്നങ്ങൾ ഒരു വലിയ പരിധിവരെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി സോഷ്യലി എൻഗേജ്ഡ് ആവുക. എപ്പോഴും നമ്മൾ സമൂഹവുമായിട്ട് ഇടപെട്ടുകൊണ്ടേ ഇരിക്കുക, ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുക, നല്ല സുഹൃദ്വാലയങ്ങൾ ഉണ്ടാക്കുക, അവരുമായിട്ട് എപ്പോഴും കൃത്യമായ സമയങ്ങളിൽ അവരുമായിട്ട് ഇടപെടുക, ഇടയ്ക്ക് ഫോൺ വിളിച്ച് അവരുമായിട്ടൊക്കെ സംസാരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സോഷ്യലി എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫും പലപ്പോഴും ഡിമെൻഷ്യയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചേക്കാം. ഇനി ഇതേപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് കൃത്യമായിട്ടുള്ള പോഷക വസ്തുക്കൾ ശരീരത്തിൽ എത്തിക്കുക എന്നുള്ളത്. ഡിമെൻഷ്യ ഉള്ളവർക്ക് മാത്രമല്ല, ഡിമെൻഷ്യ വരാതിരിക്കാനും ഇത് ഒട്ടനവധിയായിട്ട് നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രധാനമായിട്ട് വൈറ്റമിൻ B12. പ്രധാനമായിട്ട് B12 ചെയ്യുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥയ്ക്ക് കൊടുക്കുന്ന സ്ട്രെങ്ത്താണ്, നാഡീവ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മൈലിൻ ഷീത്ത്, നമ്മുടെ നാഡികൾക്ക് മുകളിലുള്ള ചെറിയ ഷീറ്റുകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വൈറ്റമിൻ B12 കഴിയും. നമ്മൾ അറിയുന്ന പോലെ തന്നെ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ ഡയറ്റിനകത്തൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അല്ലാത്തവർ ഡയറി പ്രൊഡക്റ്റുകൾ, പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിച്ചുകൊണ്ട് വൈറ്റമിൻ B12 ശരീരത്തിൽ കൃത്യമായ രീതിയിൽ സൂക്ഷിക്കുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ D കുറയുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മൂഡ് സ്വിങ്ങിനെ അത് സ്വാധീനിക്കും. അതുപോലെ തന്നെ കോഗ്നേറ്റീവ് പവർ, നമുക്കൊരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി വർദ്ധിക്കണമെങ്കിലൊക്കെ നമുക്ക് വൈറ്റമിൻ D അത്യാവശ്യമായിട്ട് വേണം. അതുകൊണ്ടാണ് പലപ്പോഴും മൂഡ് സ്വിങ്ങും സൂര്യപ്രകാശം കുറഞ്ഞ സമയങ്ങളിലൊക്കെ പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മൂഡ് സ്വിങ്സ് കൂടുതലായിട്ട് കാണുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷൻ കൂടുതലായിട്ട് കാണുന്നതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയാൻ പറ്റുന്ന വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി തന്നെയാണ്. അപ്പോൾ വൈറ്റമിൻ ഡിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു പ്രധാന ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് omega-3 ആണ്. omega-3 പ്രത്യേകിച്ച് DHA എന്ന് പറയുന്ന അതിൻ്റെ അകത്തെ ഒരു കോമ്പണൻറ്റ്, ഇത് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ഇൻഫ്ലമേഷൻ സാധ്യതകൾ തലച്ചോറിനകത്തുള്ള മാത്രമല്ല ശരീരത്തിന് മൊത്തമുള്ള വീഴ്ചകൾ കുറക്കാൻ വേണ്ടിയിട്ട് omega-3ക്ക് പ്രത്യേകമായ കഴിവുണ്ട്. നാഡികളെ സംരക്ഷിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇതിനുണ്ട്. അപ്പോൾ omega-3യും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മഗ്നീഷ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ഡിമെൻഷ്യ ഉറക്കുക എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഉറക്കത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ശരിയായ രീതിയിലുള്ള സ്ലീപ്പ് നമ്മുടെ ഡിമെൻഷ്യ വരാനുള്ള സാധ്യത കുറക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മഗ്നീഷ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും റെഗുലറായിട്ട് നമുക്ക് കൊടുക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ പരിഗണിക്കേണ്ടത് മറ്റൊരു 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും. ഇത് രണ്ടും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി സഹായിക്കുകയും സെൽ ഡാമേജും അതുപോലെ തന്നെ നെർവിൻ്റെ ഡാമേജ് തടയാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായ രീതിയിൽ നമ്മൾ ശരീരത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതും നേരത്തെ ഞാൻ പറഞ്ഞ ജീവിത ചിട്ട ക്രമീകരിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ 30കളിലോ 40കളിലോ 60കളിലോ ഉള്ള ആൾക്കാരായാലും ഇത്തരത്തിലുള്ള ഡിമെൻഷ്യ നിങ്ങൾക്ക് വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഇൻറ്റൻസീവായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അത് തീർച്ചയായിട്ടും ഈ രോഗത്തിൻ്റെ ഈ അവസ്ഥയുടെ
പ്രോഗ്രഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് കഴിഞ്ഞാൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന പ്രശ്നം ഒന്നോ രണ്ടോ ഇരുട്ടി നേരം വെളുക്കുമ്പോഴേക്ക് വരുന്ന ഒരു പ്രശ്നമല്ല. കുറേ ഏറെയായിട്ട് നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന പല ഘടകങ്ങളുടെയും നെറ്റ് റിസൾട്ടായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ ഇടപെടുകയാണെങ്കിൽ ഡിമെൻഷ്യ അതിൻ്റെ മൂർച്ഛിത അവസ്ഥയിലേക്ക് പോകാതെ തടയാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും കഴിയും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.